ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു വീട് നമ്മൾ പരിചയപ്പെടുത്താൻ 20 പേർക്ക് 30 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു വീട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ വരാം, സെക്കൻഡ് ഇയർ വരാം, തേർഡ് ഇയർ വരാം, ഫോർത്ത് ഇയർ പിന്നെ കഴിഞ്ഞിട്ട് പോകാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അവർക്കൊരു ഉപകാരമാവും. എന്ന് വെച്ചാൽ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ 7 മണിക്ക് 8 മണിക്ക് 10 മണിക്കൊക്കെ ഹോസ്റ്റലിൽ കയറണം. പിന്നെ അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ആരും ചോദിക്കാനില്ല. ആരും നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് വരാം, ആരുമായിട്ടും വരാം. പിന്നെ അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോൾ വേണമെങ്കിലും കയറിയാൽ മതി. ഒരു വീടെന്ന് പറയാം, അല്ല ഹോസ്റ്റലല്ല, വീടെന്ന് പറയാം. ഞാൻ എൻ്റെ പുറകെ കാണുന്ന വീടുണ്ടോ, ഇതാണ് വീട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് വീട്. നമ്മുടെ ഇത്രയും വീടുണ്ടായാലും ഇതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ അകത്തുള്ളത് ഇതാണ് വഴി. ഇപ്പോൾ റെയിൽവേ പാളം കേട്ടോ, സ്റ്റേഷൻ, കിളിക്കുള്ളൂർ സ്റ്റേഷൻ അവിടെ ആയിട്ടോ. പിന്നെ 2 ടാങ്ക്, പിന്നെ ബാത്റൂം, പിന്നെ ഡോർ, 2 ഗേറ്റ്, കുറച്ച് കാര്യങ്ങൾ. നല്ലൊരു വീടാട്ടോ. ഞാൻ ഇതിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോയി നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നമുക്ക് പോയി നോക്കാം. സത്യം പറയാമല്ലോ, എനിക്ക് ഒരു വിധം ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു 20 പേർക്ക് 30 പേർക്ക് സുഖമായിട്ട് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നേരത്തെ ബുക്ക് ചെയ്ത് ഇട്ടിരുന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് താമസിക്കാൻ പറ്റും. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, കാറ് പാർക്ക് ചെയ്യാം, ഒരു കാറ് പാർക്ക് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കാർക്ക് സൈഡൊക്കെ അവിടെ ഇടാൻ പറ്റും. ബാക്കി നമുക്ക് കാര്യങ്ങൾ അകത്തോട്ട് പോയി നോക്കാം. വീടാണ് ഇത്. ടോയ്ലറ്റ് ഇവിടുത്തെ ടോയ്ലറ്റ് ആണ്. ചെറിയ ഗ്യാപ്പൊക്കെ ഉള്ളൂ ഇവിടെ വരാനായിട്ട്. പിന്നെ ഇത് ചെറിയ ഗേറ്റ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം. നമുക്ക് അവിടെ വലിയ ഗേറ്റ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ വന്നത്. ഇതാണ് ഫ്രണ്ട് ഡോറ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടുന്ന് കയറി വരുമ്പോൾ നമുക്കറിയാം രാജനുണ്ട്. പിന്നെ ഇവിടെ ഇതാണ് കിച്ചൺ. ഫ്രിഡ്ജ് ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഫ്രിഡ്ജ് ഇവിടെ തന്നെ ഉള്ളതാണ്. ഇതാണ് കിച്ചൺ. ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ട് കിച്ചണിൽ. ഇവിടെ ഈ വീട്ടിൽ ഇത്രയും കിച്ചൺ സുഖമായിട്ട് നിങ്ങൾക്ക് പാചകം ചെയ്യാം. അങ്ങനെയുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വിശ്വാസനുണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ അയൺ ചെയ്യാൻ ബോക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10, 20, 30 പേർക്ക് ഇവിടെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഒന്നാമത്തെ റൂം. ഇതാ 3 പേർക്ക് ഇവിടെ കിടക്കാൻ പറ്റും. ഇവിടെ 3 പേരെ കിടക്കുന്നത്. ഇവിടെ 4 പേർക്ക് ഇവിടെ കിടക്കാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 4 പേർക്കാവും. 3 പേർക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ കുത്തിമറിഞ്ഞ് കിടക്കാൻ പറ്റും. പിന്നെ വരാനുള്ള കാര്യം വെച്ചാൽ ഡൈനിങ് ടേബിൾ. നമുക്ക് സ്റ്റഡി ടേബിൾ വേണ്ടേ, ഇത് പഠിക്കാനും വർക്ക് ചെയ്യാനുള്ള ടേബിളോട് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് അങ്ങോട്ട് വരുന്നത് വെച്ചാൽ ആ റൂമാണ് രണ്ടാമത്തെ റൂം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കണ്ടല്ലോ, കിച്ചൻ്റെ അകത്തുള്ള ഒരു റൂമായ ഈ ഡോറ്. പിന്നെ അകത്തോടെ കഴിയുമ്പോൾ ഇവിടെ 3 പേർക്ക്, ഇവിടെ മിനിമം ഒരു 3 പേർക്ക് 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന സ്ഥലമാണിത്. അന്നേരം 3, 4 ഇപ്പം തന്നെ 7 പേരാണ്ടായി പായി. ഇനിയുണ്ട് റൂം, ഇനി അപ്പുറം റൂം. പിന്നെ ഇവിടെ 2 സ്റ്റഡി ടേബിൾ ഉണ്ടോ. ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ എന്തെങ്കിലും എടുത്ത് വെക്കാം. ഇവിടെ ഫാനുണ്ട്, ലൈറ്റുണ്ട്. അങ്ങനെ ഒരു വൈബുള്ള സ്ഥലമാണ് ഇവിടെ. നമുക്ക് അപ്പുറത്തെ റൂമിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാൻ ഉള്ള പ്ലാൻസ്, വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് വരുമ്പം പുറത്തേക്കുള്ള റോഡും വഴിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ വൈഫൈ, നെറ്റ്, ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ വർക്കൊക്കെ ചെയ്യാം. പിന്നെ വരുമ്പോൾ അവിടെ ഈ റൂമാണ്. ഈ റൂമിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ക്യാരം ബോർഡ് ഉണ്ടായതുകൊണ്ട് ക്യാരം ബോർഡ് കളിക്കുന്നു. വേണം ഇവിടെ 3 പേർക്ക് 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഫാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ എത്ര പേർക്ക് കിടക്കാമെന്ന് വെച്ചാൽ കുറേ പേർക്ക് കിടക്കാം. ഇവിടെ വേണമെങ്കിൽ കിടക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ ആ ഭാഗത്ത്, അവിടെ കിടക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റത്തെ റൂം ഇതാ. ഈ റൂമിൽ വലിയ റൂം ഇത് കണ്ടോ, അറിയാൻ പറ്റും നമുക്ക്. വലിയ റൂമാണ്. ഇവിടെ 4 പേർക്കോ 5 പേർക്കോ 6 പേർക്കോ ഇവിടെ കിടക്കാൻ പറ്റും സുഖമായിട്ട്. കണ്ടോ, സുഖമായിട്ട് ഇവിടെ 5 പേർക്ക് 6 പേർക്ക് കിടക്കാൻ പറ്റും. നമ്മുടെ ടീംസ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ കെമിക്കലും അപ്പുറത്ത് കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ടോ. ഇത്രയുള്ള സെറ്റ്. ഇതുപോലത്തെ ടോയ്ലറ്റ് തന്നെ അപ്പുറത്തും വരുന്നത്. അതുകൊണ്ട് ടോയ്ലറ്റ് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത്രയുള്ള സ്ഥലങ്ങളാണ് ഈ ഒരു വീട്ടിലുള്ളത്. ഒരു 10, 20 എനിക്ക് തോന്നുന്നു 20 പേർക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. കുറേ പേര് ഹോസ്റ്റൽ അന്വേഷിച്ച് പോകുന്നുണ്ട്. ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ 7 മണിക്ക് ഹോസ്റ്റലിൽ കയറണം, 5 മണിക്ക് ഹോസ്റ്റലിൽ കയറണം, 10 മണിക്ക് ഹോസ്റ്റലിൽ കയറണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ റെൻറ്റ് എടുത്തേക്കുവാണ്. റെൻറ്റിനായുള്ള ഫീ ഉണ്ട്. ആൾക്കാർ എത്ര ആൾക്കാർ കൂടുന്നു അത്ര ആൾക്കാരുടെ എമൗണ്ട് കട്ട് ചെയ്തായിരിക്കും പൈസ കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫുഡ് ആണെങ്കിലും മെസ്സായിരിക്കും. ഇവിടുത്തെ മെസ്സല്ല, പുറത്ത് ആരെങ്കിലും ഓർഡർ ആക്കിയിട്ട് എല്ലാ ദിവസവും കൊണ്ടുതരും. അവർക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി ഒരു മാസം ആകുമ്പോൾ. പിന്നെ വാട്ടർ കാര്യങ്ങൾ, വെള്ളമുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, വൈഫൈ ഉണ്ട്. കുറച്ച് നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സിവിലായാലും കെമിക്കലായാലും ഇലക്ട്രിക്കലായാലും കുറച്ച് പേർക്ക്, ഒരു 10, 20 പേർക്ക് സുഖമായിട്ട് ഇവിടെ എൻജോയ് ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ വേറൊരു സ്പോട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇന്നത്തെ സ്പോട്ട് ഇതാണ്. പിന്നെ ഇത് കാര്യങ്ങളുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂസൊക്കെ കണ്ടല്ലോ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കാണാനുള്ള കാര്യങ്ങൾ വെച്ചാൽ എത്രയും ഉണ്ടോ. ഇവിടെ പറഞ്ഞല്ലോ, അവിടെ ഒരു 5, 6 പേർക്ക് കിടക്കാം. ഇവിടെ 4 പേർ 3 പേർക്ക് കിടക്കാം. ഇപ്പോൾ തന്നെ കുറേ പേരായി. ഇവിടെ നമുക്ക് വേണേൽ ബെഡ് ഇടാം. ഇവിടെ നമുക്ക് ആളില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ എന്തെങ്കിലും പണിയാനും ഇലക്ട്രിക്സിൻ്റെ കാര്യങ്ങളും അമ്മമാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടോ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ബെഡൊക്കെ ഉണ്ട്. ബെഡ് കുറേ ഉണ്ട്. ഈ ബെഡ് ഇവിടെ തന്നെ കാണും. ആരുടെയും ബെഡല്ല. നിങ്ങൾ ഇവിടെ വന്നാലും ഇവിടെ ബെഡ് കാണും കേട്ടോ. ബെഡ് ഇരിക്കുന്നുണ്ടോ.
എത്ര ബെഡ് വേണമെങ്കിൽ ഇവിടെ കിടക്കാം. അതാണ് ഞാൻ പറഞ്ഞ 10, 20, 30 പേർക്ക് ഇവിടെ സുഖമായിട്ട് ഇവിടെ കിടക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള റൂമാണിത്. പിന്നെ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കാൻ പറ്റത്തില്ലടാ. ഇത് അതുണ്ടോ? ഇത് തുറക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് തുണിയൊക്കെ ഉണക്കാൻ ഇടാം. പിന്നെ നമ്മൾ വന്ന വഴി അവിടെ ആണ് ഫ്രണ്ട് ഗേറ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ നമ്മുടെ പിള്ളേരുടെ ചുമ്മാ പണ്ടൊക്കെ ആക്കി വെച്ച കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ കാര്യങ്ങൾ. പിന്നെ ആണ്ട ഫ്രണ്ട് ഗേറ്റ് വരുന്ന അറിയാമല്ലോ, ഇവർ കയറുമ്പോൾ ഇവിടെ ഫ്രണ്ട് ഗേറ്റ് ഇവിടെയും വരും കണ്ടോ, നമ്മൾ ഇവിടെ നിന്നാണ് കയറി വന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ ഇവിടെ നമുക്ക് തുണി അലക്കാനും കാര്യങ്ങളൊക്കെ ഇടാൻ വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കാം. ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡോറെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ കൂടെ വരുന്നത് മെയിൻ റോഡ് വഴി കയറി വരുന്ന റോഡ് ഇതാട്ടോ. നമുക്ക് ബാക്കിലേക്കൊന്ന് പോയി നോക്കാം സംഭവം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇവിടെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞ അതുപോലെ ഉണ്ട്. കിച്ചണല്ലല്ലോ, കിച്ചൻ്റെ പുറയില്ലാണ്ട് ഇതാണ് കിച്ചൺ. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പുറയില്ല ചെറിയ നമുക്ക് മീശ പഠിക്കാനും ഷേവ് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഇത് പിന്നെ കിണറുണ്ട്, കിണറിൻ്റെ ആഴം നമുക്ക് നോക്കാം. വലിയ ആഴമൊന്നുമില്ല, ഒരു നല്ല വെള്ളമൊക്കെ തന്നെ. അതുപോലെ തന്നെ 3-4 ബാത്റൂമാണ് ഇവിടെ. അതാ പറഞ്ഞ സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് 20 പേർക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. ഇത്രേ ഉള്ളൂ ഗൈസ് കാര്യങ്ങൾ. ഇതുപോലത്തെ ഇനിയും കുറേ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു, അതിനെപ്പറ്റി പറയും എന്നുള്ള വീഡിയോ ഇട്ടായിരുന്നു. അതായത് ഫസ്റ്റ് വീഡിയോ ഇതാണ്. സെക്കൻഡ് വീഡിയോ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. സെക്കൻഡ് വീഡിയോ എങ്ങനെയൊക്കെ ഉണ്ട്, അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കോൺടാക്റ്റ് നമ്പർ ഇട്ടേക്കാം. നിങ്ങൾ വന്ന് വിളിക്കുകയോ എന്താണെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ബൈ.